ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. നമുക്ക് JCIക്കും KS കാർഡിനും അതുപോലെ CSEB എക്സാമും ഉണ്ട്. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള ഈ പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മുൻകാല ചോദ്യങ്ങളും പിന്നെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, പരീക്ഷയ്ക്ക് വരാൻ ചാൻസസ് ഉള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. കാണാതെയുള്ള പഠനം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുകയാണ്, സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് ഇൻ ചാപ്റ്റർ ഡാഷ് ഓഫ് KCS ആക്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ഈ എല്ലാ പരീക്ഷയിലും കേട്ടോ. സ്റ്റേറ്റ് എയ്ഡ് ഇപ്പൊ എന്തായിരിക്കും? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്ന് പറയാം അല്ലെ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ്. എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹായമാണ്. അപ്പം ഗവൺമെന്റ് സഹകരണ സംഘങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കുന്നു? അതല്ലേ കറക്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്നത് അങ്ങനെയല്ലേ? സർക്കാർ എങ്ങനെയാണ് സഹകരണ സംഘങ്ങളെ സഹായിക്കുന്നത്? സ്റ്റേറ്റ് എയ്ഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓർത്ത് വെച്ചേക്കുക, സ്റ്റേറ്റ് എയ്ഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം ഇത് ഏത് ചാപ്റ്ററിലാണ് പറയുന്നത് അങ്ങോട്ട് നമുക്കറിയാം. നമ്മുടെ KCS ആക്ടില് നമുക്ക് എത്ര ചാപ്റ്റർ ഉണ്ട്? 16 ചാപ്റ്റർ ഉണ്ടല്ലേ. ഈ 16 ചാപ്റ്ററുകളുണ്ട്. അതിൽ ഏത് ചാപ്റ്ററിലാണ് അല്ലെങ്കിൽ ഏത് പാഠത്തിലാണ് നമ്മൾ കൊണ്ട് പറയല്ലോ പാഠം 1, പാഠം 2 എന്നൊക്കെ, ഏത് പാഠത്തിലാണ് സ്റ്റേറ്റ് എയ്ഡിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്? പ്രതിപാദിക്കുന്നത്? അവിടെ ഓപ്ഷൻ എയിൽ പറയാണ് ചാപ്റ്റർ 4, ഓപ്ഷൻ ബി പറയുന്നു ചാപ്റ്റർ 5, ഓപ്ഷൻ സിയിൽ പറയുന്നു ചാപ്റ്റർ 6, ഓപ്ഷൻ ഡിയിൽ പറയുന്നു ചാപ്റ്റർ 7. അപ്പൊ ഏത് ചാപ്റ്ററിലാണ് പ്രതിപാദിക്കുന്നത് ചോദിച്ചാൽ ചാപ്റ്റർ 6ലാണ്. ഓർത്ത് വെച്ചേക്കുക, ചാപ്റ്റർ 6ലാണ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. മറക്കരുത് കേട്ടോ, ചാപ്റ്റർ 6 എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ചാപ്റ്റർ 6ലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഇവിടെ പ്രതിപാദിക്കുക, നമുക്ക് ടോട്ടലായിട്ട് 110 സെക്ഷൻസ് പഠിക്കാനുണ്ട് അല്ലേ. 110 സെക്ഷൻസ് പഠിക്കാനുണ്ട്. അതിലെ സെക്ഷൻ 42 മുതൽ 54 വരെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. സെക്ഷൻ 42 മുതൽ 54 വരെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ സ്റ്റേറ്റ് എയ്ഡിനെ കുറിച്ച് പറഞ്ഞ് പ്രതിപാദിക്കുന്നത് ചാപ്റ്റർ 6ലാണ് അല്ലെ. ചാപ്റ്റർ 6ലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 42 മുതൽ 54 വരെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന സെക്ഷൻസുകൾ എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോകാം. ദ ഗവൺമെന്റ് മേ സബ്സ്ക്രൈബ് ഡയറക്ട്ലി ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി വിത്ത് ഡാഷ് ലയബിലിറ്റി. ഓക്കെ, ഇപ്പൊ എന്താണ് അർത്ഥം നോക്കുക? അതായത് ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് സംഘങ്ങളുടെ ഷെയർ ക്യാപിറ്റലിലേക്ക് എന്ത് ചെയ്യാം? സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ അതിനെ പറയുന്നത് എന്താണ്? ഗവൺമെന്റ് സംഘത്തിൽ നേരിട്ട് ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മൾ ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റി എന്ന് പറയും. എന്തെന്ന് പറയും? ഡയറക്റ്റ് പാർട്ണർഷിപ്പ് അല്ലെ. ഡയറക്റ്റ് പാർട്ണർഷിപ്പ്, അതായത് നേരിട്ടുള്ള പങ്കാളി. ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ് എന്ന് ഓർത്ത് വെച്ച്. ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ് അല്ലെ. ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ്. അപ്പൊ മക്കളെ, അത് ഏത് ചാപ്റ്ററിലായിരിക്കും പറയുന്നത്? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചാപ്റ്റർ 6ലാണ് പറയുന്നത്. ചാപ്റ്റർ 6ലെ നമുക്കറിയാം 42 മുതൽ 54 വരെയുള്ള വകുപ്പുകൾ, സെക്ഷൻസ് ഉണ്ട്. അതിൽ ഏത് സെക്ഷനിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ സെക്ഷൻ 42ലാണ് കേട്ടോ. മനക്കല്ലേ, സെക്ഷൻ 42ലാണ് പറയുന്നത് ഗവൺമെന്റിന് എന്ത് ചെയ്യാം? സംഘത്തിൽ നിന്ന് നേരിട്ട് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നേരിട്ടുള്ള പങ്കാളിയാകാം. ഡയറക്റ്റ് ആയിട്ട് അല്ലെ, ഡയറക്റ്റ് പാർട്ണർ ആകാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ഏത് ബാധ്യത അല്ലെങ്കിൽ ഏത് ലയബിലിറ്റിയിലാണ് നമുക്ക് ഷെയർ, ഗവൺമെന്റിന് അവിടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എയിൽ പറയുന്നു ലിമിറ്റഡ് ലയബിലിറ്റി അല്ലെങ്കിൽ ക്ലിപ്ത ബാധ്യത എന്ന് പറയും. ഓപ്ഷൻ ബിയിൽ പറയുന്നു അൺലിമിറ്റഡ് ലയബിലിറ്റി, ക്ലിപ്തരഹിത ബാധ്യത. ഓപ്ഷൻ സിയിൽ പറയുന്നു ഐദർ എ ഓർ ബി, അതായത് ഒന്നുകിൽ ലിമിറ്റഡ് ലയബിലിറ്റിയിൽ അല്ലെങ്കിൽ അൺലിമിറ്റഡ് ലയബിലിറ്റിയിൽ എന്ത് ചെയ്യാം? ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദിസ്, ഇവയൊന്നുമല്ല. അപ്പൊ നമുക്കറിയാം എല്ലാ സംഘത്തിന്റെയും ഷെയർ അല്ലെ, നമുക്കറിയുന്ന കേരളത്തിലുള്ള എല്ലാ സൊസൈറ്റീസും ഏത് ലയബിലിറ്റിയിലാണ്? അപ്പൊ ഓർത്തിച്ചാൽ അത് ലിമിറ്റഡ് ലയബിലിറ്റിയിലാണ്. ഓക്കെ,
എങ്ങനെയാണ് പറയുക? ലിമിറ്റഡ് ലയബിലിറ്റിയിലാണെന്ന് ഓർത്ത് വെച്ചുക. ലിമിറ്റഡ് ലയബിലിറ്റി സെക്ഷൻ 42 പറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ പറയുക. അതായത് സബ്സെക്ഷൻ 1 പറയുന്നത് 42 ഉപവകുപ്പ് 1 പറയാണ്, the government may subscribe directly to the share capital of a society with limited liability. അല്ലെ, വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി പറയുന്നത് സെക്ഷൻ 42 അതിലെ ഉപവകുപ്പ് 1 സബ്സെക്ഷൻ 1 അതിനെക്കുറിച്ച് പറയുന്നത്. ഇനി അവിടെ ഒരു സബ്സെക്ഷൻ കൂടെ ഉണ്ട്, സബ്സെക്ഷൻ 2 ഉണ്ട്, അതും കൂടെ ഞാൻ ജസ്റ്റ് പറയാം. ഇപ്പൊ ഇവരോട് ഇങ്ങനെ പറയുകയാണ്, നമ്മളിത് പഠിക്കുമ്പോൾ കുറെ പ്രയോഗങ്ങൾ, മലയാളത്തിലുള്ള നിയമത്തിന്റെ പ്രയോഗങ്ങൾ. അപ്പൊ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനി എഗ്രിമെന്റ് ടു ദ കോൺട്രാറി എന്ന് പറയുക. അപ്പൊ അതിന് നമ്മൾ മലയാളികൾക്കറിയാം, മലയാളത്തിലേക്ക് വരുമ്പോൾ എന്താണ് പറയുക? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനി എഗ്രിമെന്റ് ടു ദ കോൺട്രാറി. അത് ഇതിന് വിരുദ്ധമായിട്ട് എന്ത് തന്നെ, ഇപ്പൊ നമ്മളൊരു ക്ലോസ് പറയാൻ പോവാണ്, അപ്പൊ ആ ക്ലോസിന് വിരുദ്ധമായിട്ട് എന്ത് തന്നെ പറഞ്ഞാലെന്ന് പറയാം. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനി എഗ്രിമെന്റ് ടു ദ കോൺട്രാറി, the government shall not be entitled to a dividend on the shares of any such society at a rate higher than that at which such a dividend is payable to any other shareholder of the society. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഗവൺമെന്റ് ഇപ്പോൾ ഒരു സംഘത്തിന് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് ഡയറക്റ്റ് പാർട്ണർ ആകുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാർക്ക്, അതായത് ആ സൊസൈറ്റിയിലുള്ള മറ്റ് സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഒരു ലാഭവിഹിതമുണ്ട്. അതിനേക്കാൾ കൂടുതൽ ലാഭവിഹിതം ഇവിടെ ഗവൺമെന്റിന് കിട്ടാനുള്ള അധികാരമില്ലെന്നാണ് പറയുക. ക്ലിയർ ആകുന്നത്? അതായത് സാധാരണക്കാർക്ക് എത്രയാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത്, ആ സെയിം, അത് മറ്റ് മെമ്പേഴ്സിന്, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ മറ്റ് മെമ്പേഴ്സിന് എത്രയാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത്, ആ സെയിം ഡിവിഡൻഡ് തന്നെ മേടിക്കാനുള്ള അർഹതയെ ആർക്കുള്ളൂ? ഗവൺമെന്റിനുള്ളൂ. അതായത് അതിൽ കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കാനുള്ള അർഹത ഗവൺമെന്റിന് ഇല്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഡിവിഡൻഡ് ഇല്ലേ, അത്രയും തന്നെ ഗവൺമെന്റിന് കിട്ടുകയുള്ളൂ. ഞാൻ ഗവൺമെന്റ് ആണ്, എനിക്ക് കൂടുതൽ വേണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ പറയണം, അത് ഇതിന് വിരുദ്ധമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് എത്ര കിട്ടുള്ളൂ, സാധാരണക്കാരന് കിട്ടുന്ന അത്രയും ഡിവിഡൻഡേ കിട്ടുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാൻ മക്കളെ, ഡയറക്റ്റ് പാർട്ണർ. അല്ലെ, ഗവൺമെന്റ് നേരെ ഒരു സൊസൈറ്റി പോയിട്ട് അവരുടെ ഇതൊരു സൊസൈറ്റിയാണ്, ആ സൊസൈറ്റിയുടെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. നമുക്ക് ആ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഒരു സെക്ഷൻ നമുക്ക് പഠിക്കാവേ. ഏതായാലും സെക്ഷൻ 43 ഞാൻ കണ്ടിന്യൂഷന് വേണ്ടി പറയുന്നതാണ്. സെക്ഷൻ 42 പഠിച്ചത് എന്തായിരുന്നു? ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റി. ഗവൺമെന്റ് ഒരു സംഘത്തിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നേരിട്ടുള്ള പങ്കാളിയായി മാറുന്നു. അതാണ് ഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് എന്താ പറയുക ഗവൺമെന്റ് ഇൻ സൊസൈറ്റീസ് പഠിച്ചത് സെക്ഷൻ 43. ഇനി നമ്മൾ 42 പഠിച്ചത്. 43 പഠിക്കാൻ പോവാണ്. 43 പറയുന്നത് ഇങ്ങനെയാണ്, ഇൻഡയറക്റ്റ്. കേട്ടോ, എന്താണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് ഓഫ് ഗവൺമെന്റ് ഇൻ സൊസൈറ്റി. അതായത് നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? ഡയറക്റ്റ് പാർട്ണർ, ഗവൺമെന്റ് നേരിട്ട് പങ്കാളിയാകുന്നതിന് ഡയറക്റ്റ് പാർട്ണർ എന്ന് പറയാം, സെക്ഷൻ 42 പ്രകാരം അല്ലേ. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് പങ്കാളിയാകുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയാം, പരോക്ഷമായ പങ്കാളി. അപ്പൊ എങ്ങനെയാണ് അതായത് നമ്മൾ നേരിട്ട് പാർട്ണർ ആകുന്നില്ല, ഡയറക്റ്റ് പാർട്ണർ ആകുന്ന പറഞ്ഞാൽ ഗവൺമെന്റ് നേരിട്ട് സംഘത്തിൽ പോയി ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് എങ്ങനെയാണ് പങ്കാളിയാകുന്ന ചോദിച്ചാൽ മനസ്സിലാക്കി തരാം. ഇത് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു സൊസൈറ്റിക്ക് പൈസ കൊടുത്തുകൊണ്ട്, അല്ലെ, ഗവൺമെന്റ് നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഒരു അപ്പെക്സ് സൊസൈറ്റിക്ക് പൈസ കൊടുക്കുന്നു. ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്? ഇതൊരു അപ്പെക്സ് സംഘമാണ്. ഈ അപ്പെക്സ് സൊസൈറ്റിക്ക് പൈസ കൊടുത്തുകൊണ്ട് ഈ അപ്പെക്സ് സൊസൈറ്റിയെ കൊണ്ട്, ഗവൺമെന്റ് നേരിട്ടല്ല, ഗവൺമെന്റ് ഇവിടെ ഒരു അപ്പെക്സ് സംഘത്തിനെ ഇടനിലക്കാരനാക്കുന്നു. ദാറ്റ് മീൻസ് ഗവൺമെന്റ് അപ്പെക്സ് സൊസൈറ്റിക്ക് പൈസ കൊടുത്തുകൊണ്ട് ആ പണം കൊണ്ട് അതർ സൊസൈറ്റീസിന്റെ ഷെയർ മേടിക്കുന്നു. ക്ലിയർ ആയോ? ഗവൺമെന്റ് അപ്പെക്സ് സൊസൈറ്റിക്ക് പൈസ കൊടുക്കുന്നു. എന്നിട്ട് ആ പണം കൊണ്ട്, അല്ലെ, ഗവൺമെന്റ് അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുത്തുകൊണ്ട് ആ പണം കൊണ്ട് ഈ അപ്പെക്സ് സൊസൈറ്റിയെ കൊണ്ട് മറ്റ് സംഘത്തിന്റെ ഷെയർ മേടിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലെ, ഗവൺമെന്റ് മേ പ്രൊവൈഡ് മണി ടു യുവർ സൊസൈറ്റി. ഗവൺമെന്റ് ഒരു സംഘത്തിന് പൈസ കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർ മേടിക്കാൻ വേണ്ടി. ആരുടെ? ഇൻ അതർ സൊസൈറ്റി, മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ വേണ്ടി ഗവൺമെന്റ് ഒരു സംഘത്തിന് പൈസ കൊടുക്കുന്നു. അല്ലെ, അതിനെയാണ് ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഡയറക്റ്റ് പാർട്ണർഷിപ്പും പഠിച്ചു, ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പും പഠിച്ചു. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടെ ഞാൻ ചർച്ച ചെയ്തുകൊണ്ടേ പോവുകയുള്ളൂ. ക്വസ്റ്റ്യൻ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്.
ഇനി ക്വസ്റ്റിലേക്ക് നോക്കിയാൽ ക്വസ്റ്റിനിൽ പറഞ്ഞ എന്താണ്? ക്വസ്റ്റിനിൽ പറഞ്ഞ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അല്ലെ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ചാണ് ക്വസ്റ്റിനിൽ ചോദിക്കുന്നത് അല്ലെ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം? മുഖ്യ പങ്കാളിത്ത ഫണ്ട് എന്ന് പറയാം. എന്തെന്ന് പറയണ? മുഖ്യ പങ്കാളിത്ത ഫണ്ട് എന്ന് ക്ലിയർ ആക്കുക. മുഖ്യ പങ്കാളിത്ത ഫണ്ട് എന്ന് പറയാം. അതാണ് എന്തെന്ന് പറയുക? നമ്മുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. ഇപ്പൊ സംഗതി എവിടെ വരെയാണ് നിൽക്കുന്നത്? ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് അപ്പെക്സ് സൊസൈറ്റിക്ക് പൈസ കൊടുക്കുന്നു അല്ലെ. ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്? അപ്പെക്സ് സംഘത്തിന് പൈസ കൊടുക്കുന്നു. അപ്പം ആ പണം കൊണ്ട്, അതായത് സെക്ഷൻ 43 പ്രകാരം ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് അപ്പെക്സ് സംഘം രൂപീകരിക്കുന്നതാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അത് ഏത് വകുപ്പിലാണ് പറയുന്നത്? ഓപ്ഷൻ എയിൽ പറയുന്നു സെക്ഷൻ 42, ഓപ്ഷൻ ബിയിൽ പറയുന്നു സെക്ഷൻ 43, ഓപ്ഷൻ സിയിൽ പറയുന്നു സെക്ഷൻ 44 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു സെക്ഷൻ 45. അപ്പൊ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അല്ലെങ്കിൽ മുഖ്യ പങ്കാളിത്ത ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മക്കളെ ഓർത്ത് വെച്ചേക്കുക സെക്ഷൻ 44 കേട്ടോ. വകുപ്പ് 44 പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അല്ലെങ്കിൽ മുഖ്യ പങ്കാളിത്ത ഫണ്ടിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ പറയുന്നുണ്ട് an apex society which is provided with the monies by the government under section 43. അപ്പോൾ സെക്ഷൻ 43 പ്രകാരം ഗവൺമെന്റ് അപ്പെക്സ് സംഘത്തിന് പണം കൊടുത്തു. ആ പണം കൊണ്ട് ഈ അപ്പെക്സ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫണ്ടിനെയാണ് അല്ലെ, അപ്പെക്സ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫണ്ടിനെയാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് അല്ലെങ്കിൽ മുഖ്യ പങ്കാളിത്ത ഫണ്ട് എന്ന് പറയുന്നത് ഓർത്ത് വെച്ചിരുന്നത്. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് 3 കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് 3 കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെയാണ് ഡയറക്ട്ലി അല്ലെ, ഒന്നാമത്തെയാണ് ഓർത്ത് വെച്ചേക്കുക ഡയറക്ട്ലി പർച്ചേസിംഗ് ഷെയർസ് അല്ലെ, ഡയറക്ട്ലി പർച്ചേസിംഗ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി, ഡയറക്ട്ലി പർച്ചേസിംഗ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റീസ്. എങ്ങനെ? വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് ക്ലിപ്തബാധ്യതയിൽ മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ ഈ തുക ഉപയോഗിക്കാം. രണ്ടാമത് പറയുകയാണ് പ്രൊവൈഡിങ് മണീസ് ടു എ സെൻട്രൽ സൊസൈറ്റി. അപ്പൊ അപ്പെക്സ് സംഘത്തിന് എന്ത് ചെയ്യാം? തൊട്ട് താഴെയുള്ള സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കാം അല്ലെ. സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കാം. എന്തിനാന്ന് ചോദിച്ചാൽ സെൻട്രൽ സംഘത്തിന്റെ അണ്ടറിൽ വരുന്ന പ്രൈമറി സംഘത്തിന്റെ ഷെയർ മേടിക്കാം. ക്ലിയർ ആയോ? അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നുണ്ട് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുക തിരിച്ച് ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുണ്ടെങ്കിൽ അതിനും ഉപയോഗിക്കാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ 3 കാര്യങ്ങൾക്ക് മാത്രമേ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ദ കസ്റ്റോഡിയൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിന്റെ കസ്റ്റോഡിയൻ ആരാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്, രണ്ടാമതായിട്ട് പറഞ്ഞു കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, മൂന്നാമതായിട്ട് പറഞ്ഞു കേസ് കാർഡ് ബാങ്ക്, നാലാമതായിട്ട് പറഞ്ഞു സെൻട്രൽ ബാങ്ക്. അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണോ, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണോ, കേസ് കാർഡ് ബാങ്ക് ആണോ, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആണോ? ഏതാ ആൻസർ വരിക മക്കളെ? ഓർത്ത് വെച്ചേക്കുക നമ്മുടെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് കേട്ടോ. ഏതാ ആൻസർ വരിക? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. അപ്പെക്സ് സൊസൈറ്റി. കേസ് കാർഡ് വരില്ല കേട്ടോ. നിങ്ങൾ സാറെ കേസ് കാർഡ് വരില്ല, അത് പക്ക പ്രോപ്പർ ആണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അത് പറയുന്നത് അപ്പെക്സ് സൊസൈറ്റി ഷാൾ യൂട്ടിലൈസ് ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്. അപ്പെക്സ് സംഘം ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് എന്തിനൊക്കെ വിനിയോഗിക്കാം? ഒന്ന്, ഡയറക്ട്ലി പർച്ചേസിംഗ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലൈബിലിറ്റി. മറ്റ് സംഘങ്ങളുടെ ഷെയർ നേരിട്ട് മേടിക്കാം. ലിമിറ്റഡ് ലൈബിലിറ്റിയിൽ മറ്റ് സംഘങ്ങളുടെ ഷെയർ നേരിട്ട് മേടിക്കാൻ ഉപയോഗിക്കാം. 2, പ്രൊവൈഡിങ് മണീസ് ടു സെൻട്രൽ സൊസൈറ്റി അല്ലെ, അപ്പെക്സ് സംഘത്തിന് അണ്ടറിൽ വരുന്ന സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കാം. എന്തിനാണ്? മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാനായിട്ട്. അത് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ പ്രൈമറി സൊസൈറ്റീസിന്റെ ഷെയർ മേടിക്കാനായിട്ട് തൊട്ട് താഴെയുള്ള സെൻട്രൽ സംഘത്തിന് പണം കൊടുക്കാം. ഓപ്ഷൻ സി പറയുന്നത് മേക്കിംഗ് പേയ്മെന്റ് ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും അല്ലെ, ആസ് പെർ ദിസ് ചാപ്റ്റർ ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും തുക, ഈ ഒരു ചാപ്റ്റർ പ്രകാരം ഗവൺമെന്റിലേക്ക് എന്തെങ്കിലും തുക കൊടുക്കുകയാണെങ്കിൽ അതിനും ഉപയോഗിക്കാം. ഓപ്ഷൻ ഡി പറയാണ് ഓൾ ഓഫ് ദ വേ. മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും. സോ ഈ 3 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ആൻസർ ആയിട്ട് വരുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണെന്ന് ഓർത്ത് വെച്ചേക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ, പ്രോപ്പറായിട്ട് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ പറയാം ലയബിലിറ്റി ഓഫ് ഷെയർസ്. ദ ലയബിലിറ്റി ഓഫ് ഷെയർസ് പർച്ചേസ്ഡ് യൂസിംഗ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട്
ആൻഡ് സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഷാൾ ബി ഡാഷ് ഇൻ ദ ഇവന്റ് ഓഫ് സൊസൈറ്റി ബീങ് വൗണ്ട് അപ്പ് എന്ന് പറയുകയാണ്. എന്താ അർത്ഥമാക്കുക? അതായത് ഇപ്പം നിങ്ങൾ ആലോചിക്കുക, അപ്പെക്സ് സൊസൈറ്റി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സംഘത്തിന്റെ ഷെയർ മേടിക്കുന്നു കേട്ടോ, ഒരു അതർ സൊസൈറ്റിയുടെ ഷെയർ മേടിക്കുന്നു. അതുപോലെ തന്നെ സെൻട്രൽ സൊസൈറ്റി സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രൈമറി സംഘത്തിന്റെ, അതർ സൊസൈറ്റി എന്ന് പറയുന്ന പ്രൈമറി സംഘത്തിന്റെ ഷെയർ മേടിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇവരുടെ ലയബിലിറ്റി എത്രത്തോളമായിരിക്കും? ഓക്കെ, അതായത് നാളെ ഈ സംഘങ്ങൾ, ഈ സംഘം അല്ലെങ്കിൽ ഈ സംഘമൊക്കെ നാളെ വൈൻഡിങ് അപ്പ് ആയി പോകുന്ന സമയത്ത്, വൗണ്ടപ്പ് ആയി പോകുന്ന സമയത്ത് ഇവരുടെ ബാധ്യത എത്രത്തോളം ആയിരിക്കും എന്നാണ് ചോദ്യം. അതായത് ഇവർ എത്രത്തോളം നാളെ സംഘത്തിന്റെ ബാധ്യത വന്നാൽ ഇവരുടെ ബാധ്യത എത്രത്തോളം ആയിരിക്കും? സംഘം നാളെ വൗണ്ടപ്പ് ആയി പോകുന്ന സമയത്ത് ഇവരുടെ ബാധ്യത ഓപ്ഷൻ എ പറയുന്നത് അൺലിമിറ്റഡ് ആണ്, ക്ലിപ്തരഹിതമാണ്. ചില പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തുക നമ്മൾ എന്താണ് പറയുക, നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്ത്, അതായത് നമ്മൾ ഷെയർ എടുത്ത പൈസ അല്ല. ഇപ്പൊ ഇവിടെ നമ്മൾ 5000 രൂപയുടെ ഷെയറാണ് എടുത്തതെന്ന് വിചാരിക്കുക, അപ്പെക്സ് സംഘം. ഇവിടെ 2000 രൂപയുടെ ഷെയറാണ് സെൻട്രൽ സംഘം മേടിച്ചിട്ടുള്ളത്. അപ്പം അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ ചിലപ്പോൾ ഈ 5000 അല്ല, നമ്മുടെ കയ്യിൽ നിന്നുള്ള മറ്റു പൈസയാണ് കൊടുക്കേണ്ടി വരും. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞത്. ഓപ്ഷൻ ബി പറഞ്ഞ് ലിമിറ്റഡ് ബൈ ഷെയർ. നമ്മൾ എത്രത്തോളം ഷെയർ ആണോ മേടിച്ചിട്ടുള്ളത്, അല്ലേ, നമ്മൾ എത്രത്തോളം ഷെയർ ആണോ മേടിച്ചിട്ടുള്ളത് അത്രത്തോളം ആയിരിക്കും നമ്മുടെ ബാധ്യത എന്ന് ഇവിടെ പറയുന്നു. ഓപ്ഷൻ ബിയിൽ പറയുന്നു. ഓപ്ഷൻ സി പറഞ്ഞു ജോയിന്റ് ആൻഡ് സെവറൽ. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അത് ആൻസർ ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്, അല്ലേ, ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. അതായത് നമ്മൾ എത്രത്തോളം രൂപയുടെ ഷെയർ ആണോ മേടിച്ചത് അത്രത്തോളം തന്നെ ആയിരിക്കും നമ്മുടെ ബാധ്യത. നമ്മൾ വേറെ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇവര് വേറെ രീതിയിൽ ഫണ്ട് കൊടുക്കണം. നമ്മൾ എത്രത്തോളം രൂപയുടെ ഷെയർ ആണോ മേടിച്ചിട്ടുള്ളത് അത്രത്തോളം ആയിരിക്കും നമ്മുടെ ബാധ്യത. പറയുന്നത് സെക്ഷൻ 47 കേട്ടോ. നിങ്ങൾ ചോദിക്കും സാറേ ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 47 ലയബിലിറ്റി. ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിലും ശരി കേട്ടോ, ഗവൺമെന്റ് അവരുടെ പൈസ ഉപയോഗിച്ച് മറ്റൊരു സംഘത്തിന്റെ ഷെയർ മേടിച്ചു കഴിഞ്ഞാൽ അവിടെ എത്രത്തോളം ഷെയർ ആണോ മേടിച്ചത് അത്രത്തോളം ആയിരിക്കും ബാധ്യത. സെക്ഷൻ 47 പറയാണ്. എന്താണ് സെക്ഷൻ 47 പറയുന്നത്? ലയബിലിറ്റി ടു ബി ലിമിറ്റഡ്, ലയബിലിറ്റി to be limited in respect of certain shares എന്ന് പറയാം കേട്ടോ. in respect of certain shares എന്ന് ഓർത്ത് വെച്ചേക്കും. നമ്മൾ എത്രത്തോളം ഷെയർ ആണോ മേടിച്ചിട്ടുള്ളത് അത്രത്തോളം ആയിരിക്കും നമ്മുടെ ബാധ്യത എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അതും നമ്മൾ മനസ്സിലാക്കുക. സോ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് മുമ്പായിട്ട് ക്രമത്തിലല്ല പഠിച്ചു. സെക്ഷൻ 46 കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാവേ. ഓക്കെ, നിങ്ങൾ ഓർക്കും സാറേ കണക്ഷൻ കിട്ടുന്നില്ല. സെക്ഷൻ 46 പറയുന്നത് എന്താണ്? അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർ കേട്ടോ. എന്താണ് പറയുക? അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ പർച്ചേസ്, അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അതായത് ഓർത്ത് വെച്ചേക്കുക, ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അപ്പെക്സ് സംഘം മറ്റൊരു സംഘത്തിന് ഷെയർ മേടിക്കുന്നതിന് മുൻപായിട്ടും അതുപോലെ തന്നെ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സെൻട്രൽ സംഘം പ്രൈമറി സംഘത്തിന്റെ ഷെയർ മേടിക്കുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം? ഗവൺമെന്റിൽ നിന്ന് മുൻകൂട്ടിയുള്ള അനുമതി, അതും രേഖാമൂലം എഴുതി മേടിക്കണം. ഓക്കെ, അതായത് അനുമതി മേടിച്ചെങ്കിൽ മാത്രമേ ഈ രണ്ട് ഫണ്ട് ഉപയോഗിച്ച് അതിൽ നിന്ന് പൈസ ഉപയോഗിച്ച് ഷെയർ മേടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതും ഒന്ന് മനസ്സിലാക്കിയേക്കണേ കേട്ടോ. നമുക്ക് എന്താണ്, ഗവൺമെന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ രണ്ട് ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സംഘത്തിൽ നിന്ന് ഷെയർ മേടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്, ഇഫ് എ സൊസൈറ്റി ഇൻ വിച്ച് ഷെയർസ് ആർ പർച്ചേസ്ഡ് ഫ്രം ദ മണീസ് ഇൻ ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് ഫൗണ്ട് അപ്പ് ഓർ ഡിസോൾവ്ഡ് ദ ഗവൺമെന്റ് ഷാൾ ഹാവ്. ഇവിടെ പറയുന്നത് ഗവൺമെന്റ് ആർക്ക് പൈസ കൊടുത്തു? ഞാൻ വരച്ച് കാണിക്കാം. ഗവൺമെന്റ് ആർക്ക് പൈസ കൊടുത്തു? അപ്പെക്സ് സൊസൈറ്റിക്ക് പൈസ കൊടുത്തു. അപ്പെക്സ് സൊസൈറ്റി ആ പണം കൊണ്ട് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3 ഉപയോഗങ്ങളാണ്. ഒന്നാമത്തെ ഉപയോഗം എന്താണ്? ഡയറക്ട്ലി പർച്ചേസിങ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി. അതിൽ ഒന്നാമത്തെ ഉപയോഗം ഡയറക്ട്ലി പർച്ചേസിങ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി. ഓക്കെ, അതായത് മറ്റ് സംഘങ്ങളുടെ ഷെയർ മേടിക്കാൻ. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടിലെ ഒന്നാമത്തെ ഉപയോഗം, അതായത് അതർ സൊസൈറ്റീസ്. ഇതൊരു അതർ സൊസൈറ്റി ആണെന്ന് വിചാരിക്കുക. ഇത് ഒരു അതർ സൊസൈറ്റി ആണെന്ന് വിചാരിക്കുക. അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് പാർട്ണർഷിപ്പ് ഫണ്ടിലെ
ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സംഘത്തിന്റെ ഷെയർ മേടിക്കുന്നു. നാളെ ഈ സംഘം, അതായത് ഏത് സംഘത്തിന്റെ ഷെയർ ആണോ നമ്മൾ മേടിച്ചത്, ആ സംഘം നാളെ വൗണ്ടപ്പ് ആയി പോവുകയോ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുകയോ, സമാപ്തീകരണമോ അല്ലെങ്കിൽ സംഘത്തിനെ പിരിച്ചു വിടുകയോ ചെയ്യുമ്പോൾ, അല്ലെ, സമാപ്തീകരണം എന്താണ് പറയുക, വൈൻഡിങ് അപ്പ്. ഓക്കെ, അപ്പൊ സംഘം സമാപ്തീകരണം നടത്തുകയോ അല്ലെങ്കിൽ സംഘത്തിനെ പിരിച്ചു വിടുകയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും നഷ്ടം വന്നെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു നഷ്ടം വന്നെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഒരു 25,000 രൂപ ഷെയർ ആണ് മേടിച്ചത്. അപ്പൊ നാളെ സംഘം വൈൻഡപ്പ് ആകുമ്പോൾ നമുക്ക് സംഘം വൈൻഡപ്പ് ആയി പോകുമ്പോൾ അവിടെ 3 ഓപ്ഷനാണ്. ചിലപ്പോൾ നമുക്ക് ഒന്നും കിട്ടാതെ പോകാം, ചിലപ്പോൾ നമുക്ക് എല്ലാ ഫണ്ടും കിട്ടാം, പൈസ ആണെങ്കിൽ എല്ലാ തുകയും കിട്ടും, ചിലപ്പോൾ കുറച്ച് പൈസയെ കിട്ടുകയുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഈ 25,000 രൂപ നമുക്ക് സംഘത്തിന് നഷ്ടം വന്നു, അതായത് ആ സംഘം വൗണ്ടപ്പ് ആയി പോയി, 25,000 രൂപ എന്താണ് നമുക്കൊരു ലോസ് വന്നെങ്കിൽ ഇവിടെ പറയുകയാണ് ഗവൺമെന്റ്, കാരണം ഗവൺമെന്റ് കൊടുത്ത പണം കൊണ്ടാണ് അപ്പെക്സ് സംഘം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അതിൽ നിന്ന് അതർ സബ്സിഡിയറി ഷെയർ മേടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെന്റിന് എന്തെങ്കിലും വാദം ഉന്നയിക്കാൻ പറ്റും. അതായത് അപ്പെക്സ് സംഘത്തിനോട് പറയാൻ പറ്റും, എടാ അപ്പെക്സ് സംഘമേ, നീയാണ് ഈ പൈസ ഉപയോഗിച്ച് ഷെയർ മേടിച്ചത്, എന്റെ പൈസ ഇല്ല, ഞാൻ തന്ന പൈസ കൊണ്ടാണ് നീ മേടിച്ചത്, അപ്പൊ നീ അല്ലേ മേടിച്ചേ, നിനക്കതിന് ഉത്തരവാദിത്തമുണ്ട്, സോ അതുകൊണ്ട് ആ പൈസ നീ തരണം എന്നുള്ള വാദം ഉന്നയിക്കാൻ പറ്റുമോ? ഓപ്ഷൻ 1 പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഓപ്ഷൻ ബി പറയുന്നത് നോ ക്ലെയിം എഗൈൻസ്റ്റ് അപ്പെക്സ് സൊസൈറ്റി, അതായത് അപ്പെക്സ് സൊസൈറ്റിക്ക് എതിരെ ഒരു വാദം ഉന്നയിക്കാൻ, ക്ലെയിം എന്ന് പറഞ്ഞാൽ വാദമാണ്, ഒരു വാദം ഉന്നയിക്കാൻ പറ്റില്ല. അതായത് നീ കാരണമാണ് എന്റെ പൈസ പോയത്, ആ പൈസ എനിക്ക് തിരിച്ചു തരണമെന്നും പറഞ്ഞ് ഒരു വാദം ഉന്നയിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. ഓപ്ഷൻ സിയിൽ പറഞ്ഞ് ജോയിന്റ് ലയബിലിറ്റി വിത്ത് അപ്പെക്സ് സൊസൈറ്റി, അതായത് ഈ ഗവൺമെന്റിനും അപ്പെക്സ് സംഘത്തിനും ഒരേ ഉത്തരവാദിത്തം, ജോയിന്റ് ലയബിലിറ്റി. അത് പകുതി പൈസ, ഇപ്പൊ 25,000 പോയെങ്കിൽ പകുതി പൈസ അപ്പെക്സും പകുതി പൈസ ഗവൺമെന്റും കയ്യിൽ നിന്ന് ഇടേണ്ടി വരും. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് റൈറ്റ് ടു റിക്കവർ ഫുൾ എമൗണ്ട് ഫ്രം അപ്പെക്സ് സൊസൈറ്റി, അതായത് അപ്പെക്സ് സംഘത്തിന്റെ കയ്യിൽ നിന്ന് ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഈ തുക ഫുള്ള് മേടിച്ചെടുക്കാം. അപ്പൊ ആക്ച്വലി ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? നോ ക്ലെയിം എഗൈൻസ്റ്റ് ദ അപ്പെക്സ് സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റിക്കെതിരെ ഒരു രീതിയിലും ഒരു വാദം ഉന്നയിക്കാൻ പറ്റില്ല. ഓക്കെ, നീ കാരണമാണ്, നീ കൊടുത്ത നീയാണ് ഷെയർ മേടിച്ചത്, അതുകൊണ്ട് നിന്റെ ഉത്തരവാദിത്വമാണ്, നീ പൈസ തരണം എന്ന് അപ്പെക്സ് സംഘത്തിനോട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ സെക്ഷൻ 46 ഞാൻ പഠിപ്പിച്ചിരുന്നു, അപ്രൂവൽ ഓഫ് ഗവൺമെന്റിന്റെ അപ്രൂവൽ മേടിക്കണമെന്ന് പഠിപ്പിച്ചായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഗവൺമെന്റിന്റെ അപ്രൂവല് വാങ്ങണം എന്ന് പറഞ്ഞായിരുന്നു. സോ അവിടെ ഇവരെന്ത് ചെയ്തില്ല, അപ്രൂവൽ കൊടുക്കുന്നതിന് മുൻപ് ഗവൺമെന്റ് നോക്കണമായിരുന്നു, ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്, അനുമതി കൊടുത്തു. ഗവൺമെന്റ് അനുമതി കൊടുത്തത് കൊണ്ടായിരിക്കുമല്ലോ അപ്പെക്സ് സംഘം അവരുടെ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സംഘത്തിന്റെ ഷെയർ മേടിച്ചത്. അപ്പൊ ഗവൺമെന്റ് അവിടെ നോക്കി കൊടുക്കണമായിരുന്നു, അല്ലെ? ഈ സംഘം ഓക്കെ ആണോ, നാളെ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ടോ, അല്ലെ നാളെ ഇത് ഡിസോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ പറയാ വൗണ്ടപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ആര് നോക്കണം? ഗവൺമെന്റ് അത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അവിടെ അനുവാദം മേടിക്കാൻ, ഷെയർ മേടിക്കാൻ അനുവാദം കൊടുക്കേണ്ടത് ആയിരുന്നു. പക്ഷെ ഗവൺമെന്റ് അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് അപ്പെക്സ് സംഘത്തിന് കുഴപ്പമില്ല. അപ്പെക്സ് സംഘത്തിന് പറയാം, ഞാൻ നിങ്ങളെ ഇന്ന് അനുമതി മേടിച്ചിട്ടാണ് ഷെയർ മേടിച്ചത്, നിങ്ങളത് നോക്കി പറയണമായിരുന്നു, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ഇത് നല്ലതായിരിക്കുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾ നോക്കി പറയണം. സോ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഇനി എന്റെ മേലിലേക്ക് ഒരു വാദം കൊണ്ട് വരാനും പാടില്ല, ഞാനൊരു പൈസയും തരില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, ഒരു 25,000 രൂപ ഷെയർ മേടിച്ചു, 5,000 രൂപ തിരിച്ച് കിട്ടിയെങ്കിൽ ആ കിട്ടിയ തുക നേരെ തിരിച്ച് ഗവൺമെന്റിന് കൊടുത്തേക്കണം കേട്ടോ. 5,000 രൂപ കിട്ടിയെങ്കിൽ അത് തിരിച്ച് ഗവൺമെന്റിന് കൊടുത്തിരിക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ മണീസ് ക്രെഡിറ്റഡ് ടു പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഓർ സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ആൻഡ് ദ ഇൻവെസ്റ്റ്മെന്റ് thereof ഷാൾ ബി. അപ്പോൾ ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഈ ഓപ്ഷനിൽ പറയുന്ന ഫോം പാർട്ട് ഓഫ് ദ അസറ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി. അത് അപ്പെക്സ് സംഘത്തിന്റെയോ സെൻട്രൽ സംഘത്തിന്റെയോ അസറ്റ് ആണോ, അല്ലെ? ഫോംസ്, അതായത് ഓപ്ഷനായി പറയാണ് അത് അപ്പെക്സ് സംഘത്തിന്റെ സെൻട്രൽ സംഘത്തിന്റെ ഒരു ആസ്തിയായിട്ട് കണക്കാക്കാമെന്ന് ഓപ്ഷൻ എയിൽ പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നത് നോട്ട് ഫോം ദ പാർട്ട് ഓഫ് ദി അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. അപ്പൊ ഇവര് പറയാണ് എന്താണ്, അത് അപ്പെക്സ് സംഘത്തിന്റെയോ സെൻട്രൽ സംഘത്തിന്റെയോ അസറ്റും അല്ല ബാധ്യതയും അല്ല. ഓപ്ഷൻ സിയിൽ പറയുന്നത് ബി യൂസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. എന്താണ്, ആ സംഘത്തിന് വേണമെങ്കിൽ അത് ഷെയർ ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാം. അപ്പെക്സ് സംഘത്തിനോ എന്താണ് അതുപോലെ തന്നെ സെൻട്രൽ സംഘത്തിനോ വേണമെങ്കിൽ അതിനകത്ത് ഷെയർ ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാം. ഓപ്ഷൻ ഡി പറയുന്നത് ബി റിട്ടേൺ ടു ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കേണ്ട തുകയാണ്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, അത് ഒരു കാരണവശാലും നമ്മുടെ അപ്പെക്സ് സംഘത്തിന്റെ അസറ്റും അല്ല ബാധ്യതയും അല്ല. ക്ലിയർ ആയോ? അപ്പെക്സ് സംഘത്തിന്റെ അസറ്റും അല്ല ബാധ്യതയുമല്ല എന്ന് ഓർത്തു വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഓർത്ത് വെച്ചേക്കുക.
ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒന്ന് മനസ്സിലാക്കിയേക്കുക. എല്ലാം ഒന്നും പറയുന്നില്ലെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയേക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അണ്ടർ സെക്ഷൻ 52A, സെക്ഷൻ 52. എന്താണ് 52 പറയുന്നത്? എഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി ആണല്ലേ. എന്താണ് പറയുന്നത് 52 എഗ്രിമെന്റ് ബൈ ഗവൺമെന്റ് ആൻഡ് പിന്നെ അപ്പെക്സ് സൊസൈറ്റി, ഗവൺമെന്റും അപ്പെക്സ് സൊസൈറ്റിയും തമ്മിലുള്ള എഗ്രിമെന്റിനെ കുറിച്ചാണെന്ന് പറയുന്നത്. അപ്പൊ ഇവരോട് പറയുകയാണ് അണ്ടർ സെക്ഷൻ 52A, സെക്ഷൻ 52, the government may enter into an agreement with Apex Society. അല്ലേ? എന്താ പറയുക? വിത്ത് an Apex Society പറയുന്നുണ്ട്. Audit the accounts of all cooperative society, provide money to the Apex Society under terms and conditions for the purpose of section 43, supervise the disposal of net profit and none of this. ഇവിടെ പറയാണ് ഈ സെക്ഷൻ 43 പ്രകാരം, ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓക്കെ, അപ്പം അപ്പെക്സ് സംഘത്തിന് ഗവൺമെന്റ് പണം കൊടുക്കുമ്പോൾ ഏത് പ്രകാരം പണം കൊടുക്കുക? സെക്ഷൻ 43 പ്രകാരം പണം കൊടുക്കുമ്പോൾ എന്ത് ചെയ്തിരിക്കണം? അതിന്റെ കണ്ടീഷൻസുകളൊക്കെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടണം. അപ്പൊ ഈ സെക്ഷൻ 43 പ്രകാരം ഗവൺമെന്റ് അപ്പെക്സ് സംഘത്തിന് പണം കൊടുക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടണം. ആരൊക്കെ? ഗവൺമെന്റും അപ്പെക്സ് സൊസൈറ്റിയും. എന്താണ് എഗ്രിമെന്റിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഇവര് പറയും പ്രോപ്പർ ആയിട്ടുള്ള കാര്യം എന്തൊക്കെയാണ് പറയുക. അതായത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഓക്കെ, ടേംസ് എത്ര നാളത്തേക്കാണ് പൈസ തരുന്നത്, അല്ല എന്തൊക്കെയാണ് അതിന്റെ മറ്റ് കണ്ടീഷൻസ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്തിരിക്കണം? അവിടെ പ്രതിപാദിക്കണം, ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടണം എന്നാണ് പറയുക. അതൊന്ന് ക്ലിയർ ആക്കുക. ക്ലിയർ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. പ്രോപ്പറായിട്ട് ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, according to section 55, which part of the society's fund shall be paid by way of bonus or dividend or otherwise distributed among members? അപ്പൊ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? അതായത് സെക്ഷൻ 55 പ്രകാരം ഓർത്ത് വെച്ചേക്കുക, സെക്ഷൻ 55. അപ്പൊ സെക്ഷൻ 55 പറയുന്നത് എന്തിനെ കുറിച്ചാണ്? സെക്ഷൻ 55 പറഞ്ഞ ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ് എന്ന് പറയാം. ഓർത്ത് വെച്ചേക്കുക, ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. ഓക്കെ, അപ്പൊ അതിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, നോ പാർട്ട് ഓഫ് ദ ഫണ്ട് അതർ ദാൻ ദി നെറ്റ് പ്രോഫിറ്റ്. അതായത് നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ, മക്കളെ ഇവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, നമുക്ക് സംഘത്തില് മെമ്പർമാർക്കൊക്കെ ഇടയിൽ വിഭജിച്ച് കൊടുക്കാൻ പറ്റുന്ന ഏക തുക എന്ന് പറഞ്ഞാൽ ഏതാണ്? നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പൊ അവര് നെഗറ്റീവിലാണ് പറയാ, നോ പാർട്ട് ഓഫ് ദ ഫണ്ട് അതർ ദാൻ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ സൊസൈറ്റി. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ സംഘത്തിന്റെ മറ്റൊരു ഫണ്ടും ആൾക്കാർക്കിടയിൽ നമുക്ക് വിഭജിച്ച് കൊടുക്കാൻ, ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഓർത്ത് വെച്ചേക്കുക എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓപ്ഷൻ എ റിസർവ് ഫണ്ട്, ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്, ഓപ്ഷൻ സി നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പൊ സെക്ഷൻ 55 എന്താ പറയുക, നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ മറ്റൊന്നും ആൾക്കാർക്കിടയിൽ, മെമ്പേഴ്സിന്റെ ഇടയിൽ വിഭജിക്കാൻ പറ്റില്ല. നോ പാർട്ട് ഓഫ് ദ ഫണ്ട് അതർ ദാൻ ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ സൊസൈറ്റി ഷാൽ ബി പെയ്ഡ് ബൈ വേ ഓഫ് ബോണസ് ഓർ ഡിവിഡൻഡ് ഓർ അതർവൈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് ഓർത്ത് വെച്ച് മനസ്സിലാക്കണം കേട്ടോ. സെക്ഷൻ 55 ആണ്. കാരണം ഈ പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, ചാപ്റ്റർ ഏതാണ്? പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് കേട്ടോ. പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏത് ചാപ്റ്റർ ആണ്? ചാപ്റ്റർ 7 ആണ്. ഓക്കെ, ചാപ്റ്റർ ഏതാണ് മക്കളെ? ചാപ്റ്റർ 7 എന്ന് ഓർത്ത് വെച്ചേക്കുക. സെക്ഷൻ 55 മുതൽ 62 വരെ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക എന്താണ് നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ മറ്റൊരു തുകയും നമുക്ക് അംഗങ്ങൾക്കിടയിൽ ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല, വീതിച്ച് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിഭജിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോവിങ് വിച്ച് ഫണ്ട് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് ഇൻ എ സൊസൈറ്റി? അതായത് താഴെ പറയുന്നതില് കുറെ ഫണ്ടുകളെ കുറിച്ചല്ല പറയുന്നത്. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്, കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, നൺ ഓഫ് ദിസ്. അപ്പൊ ഇതില് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് അല്ലാത്തത് അല്ലെ, വിച്ച് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഇതിലേതാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് ആയിട്ട് കണക്കാക്കാത്തത് അല്ലെ? അപ്പൊ ഇത് പറയുന്നത് എവിടെയാന്ന് വെച്ചാൽ സെക്ഷൻ 56 കേട്ടോ. ഇവിടെ മക്കളെ
സെക്ഷൻ 56 ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഓർത്ത് വെച്ചേക്കുക, ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, ഒരു സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് അല്ലാതെ മറ്റൊന്നും നമുക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പം സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ സെക്ഷൻ 56 അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ആരാണ് സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് വീതിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴേ ഓർത്തണം, അത് സംഘത്തിന്റെ ജനറൽ ബോഡി അല്ലെങ്കിൽ സംഘത്തിന്റെ പൊതുയോഗമാണ്. ഓക്കെ, ആദ്യം മനസ്സിലാക്കണം, സംഘത്തിന്റെ പൊതുയോഗമാണ് സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് വീതിച്ചു കൊടുക്കുക. അറ്റ ലാഭം, നെറ്റ് പ്രോഫിറ്റ് അറ്റ ലാഭം എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അത് വീതിച്ചു കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, സെക്ഷൻ 56 നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസലിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയാ? സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളെ കുറിച്ച് പറയും. മനസ്സിലാക്കുക മക്കളെ, സെക്ഷൻ 56 സബ്സെക്ഷൻ 1 നമ്മൾ പറയുന്നത് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി മസ്റ്റ് ആയിട്ട് നമ്മൾ വീതിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കുറച്ച് റിസർവുകളെ കുറിച്ചാണ് സെക്ഷൻ 56 സബ്സെക്ഷൻ 1. ഓക്കെ, അപ്പൊ അതില് ഈ സെക്ഷൻ 56 സബ്സെക്ഷൻ 1 സ്റ്റാറ്റ്യൂട്ടറി റിസർവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ അവിടെ ആദ്യം സെക്ഷൻ 56 സബ്സെക്ഷൻ 1 അവിടെ ക്ലോസ് എയിൽ പറയുകയാണ് എന്തിനെ കുറിച്ചാണ്? റിസർവ് ഫണ്ടിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓർത്ത് വെച്ചേക്കുക, റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സംഘത്തിന്റെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നും, അല്ലെ നെറ്റ് പ്രോഫിറ്റിന്റെ 15% കുറയാത്ത ഒരു തുക നമ്മൾ റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക, നോട്ട് ബി ലെസ് ദാൻ 15% ഓഫ്, അല്ലെ നോട്ട് ബി ലെസ് ദാൻ 15% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ് എങ്ങോട്ട് മാറ്റണം മക്കളെ? റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. 15 അല്ല, 15 കുറയാൻ പാടില്ല. അങ്ങനെ പഠിക്കണേ. പല കുട്ടികളും 15 ഓക്കെ, പക്ഷെ നമ്മൾ മനസ്സിലാക്കുക 15 എന്നല്ല, 15 കുറയാത്തൊരു തുക. ഓക്കെ, 15% കുറയാത്തൊരു തുക കരുതൽ ധനത്തിലേക്ക് കൈമാറിയിരിക്കണം. രണ്ടാമത് പറയുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. ഇവിടെ ഓപ്ഷൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, സോ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ആണ് അല്ലേ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ആരാണ്? അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, സംസ്ഥാന സഹകരണ യൂണിയനാണ് അതിന്റെ കസ്റ്റോഡിയൻ എന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ പറയുന്നുണ്ട് നോട്ട് എക്സീഡിങ്, സെക്ഷനിൽ പറയുകയാണ് നോട്ട് എക്സീഡിങ് 5%, 5% അധികരിക്കാത്ത ഒരു തുക എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ്. നോട്ട് എക്സീഡിങ് 5% എങ്ങോട്ട് പറഞ്ഞു? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ഭാഗം മാറ്റണം. അവിടെ ഒരു മിനിമം പറയുന്നുണ്ട്. മിനിമം എത്രയാണ്? 2000. മാക്സിമം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1,00,000 രൂപയാണെന്ന് ഓർത്ത് വെച്ചാൽ കേട്ടോ. നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ 5% കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ മിനിമം 2000 വരണം. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 500, 1000, 1500, 1800 ആണെങ്കിൽ നമ്മൾ അവിടെ അടയ്ക്കേണ്ടത് 2000 ആണ്. ഓക്കെ, അവിടെ ഒരു മിനിമവും മാക്സിമം, അത് മിനിമം 2000, മാക്സിമം 1,00,000 രൂപയെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മളവിടെ സിയിൽ പഠിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? മെമ്പർ റിലീഫ് ഫണ്ടാണ്. ഓർത്ത് വെച്ചേക്കുക, മെമ്പർ റിലീഫ് ഫണ്ട് എന്ന് വെച്ചാൽ അംഗസമാശ്വാസ നിധി എന്ന് പറയും. സെക്ഷൻ 56 സബ്സെക്ഷൻ 1 ക്ലോസസ് ഈ മെമ്പർ റിലീഫ് ഫണ്ട് അല്ലെങ്കിൽ അംഗസമാശ്വാസ നിധി എന്ന് പറയും. അതിലേക്ക് എത്ര ശതമാനം എന്ന് വെച്ചാൽ 10%. 10% അവിടെ ഒരു മാക്സിമം പറഞ്ഞപ്പോൾ നമ്മൾ 10% കൂട്ടുമ്പോൾ 2-3 ലക്ഷം വന്നാൽ അതൊന്നും കൊടുക്കണ്ട. മാക്സിമം എത്ര കൊടുത്താൽ മതി? 10% കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നോക്കണം എത്രയാണെന്ന്. എന്നിട്ട് അവിടെ ഒരു മാക്സിമം പറയുന്നുണ്ട്. ആ മാക്സിമം ഓർത്ത് വെച്ചേക്കുക 1 lakh ആണ് മാക്സിമം. മാക്സിമം 1,00,000 രൂപയെന്ന് ഓർത്ത് വെച്ചേക്കുക. കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടും എന്ത് തന്നെയാണ് മക്കളെ? ഇത് രണ്ടും എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ആണ്. അടുത്തത് പറയുന്നുണ്ട് ഡിയിൽ 4 കാര്യം, ABCD 4 കാര്യം. ഒന്നാമത്തെ റിസർവ് ഫണ്ട്, രണ്ടാമത്തെ ഞാൻ പറഞ്ഞു എന്തായിരുന്നു? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, മൂന്നാമത്തെ മെമ്പർ റിലീഫ് ഫണ്ട്, നാലാമത്തെ എന്താണ്? പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. നാലാമത്തെ ഓർത്ത് വെച്ചേക്കുക പ്രൊഫഷണൽ. ഓക്കെ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടാണ് നാലാമത്തെ. അത് 5% കേട്ടോ. അവിടെ മിനിമം പറഞ്ഞില്ല, മാക്സിമം എത്രയാണ്? മാക്സിമം 1,00,000 രൂപയാണെന്ന് ഓർത്ത് വെച്ച് കേട്ടോ. ഇപ്പം ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന SSCU ആയിരുന്നു.
അല്ലെ സംസ്ഥാന സഹകരണ യൂണിയൻ ആയിരുന്നു. പക്ഷെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് RCS ആണെന്ന് ഒന്ന് ഓർത്ത് വെച്ചു കേട്ടോ. ആരാണ്? RCS ആണെന്ന് ഓർത്ത് വെച്ചു. നേരത്തെ ഇത് സ്റ്റാറ്റ്യൂട്ടറി അല്ലായിരുന്നു. ഇവിടെ അമെൻമെന്റിൽ കൂടെയാണ് ഇതിനെ സ്റ്റാറ്റ്യൂട്ടറി ആക്കി മാറ്റി. അപ്പൊ ഇവിടെ ഇതെല്ലാം സ്റ്റാറ്റ്യൂട്ടറിയാണ്. അപ്പോൾ ഇവിടെ ആൻസർ നൺ ഓഫ് ദിസ് ആയിരിക്കും വരിക കേട്ടോ, അല്ലേ? കാരണം ഇവിടെ എല്ലാം സ്റ്റാറ്റ്യൂട്ടറി അല്ലേ. പ്രൊഫഷണൽ, കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഒക്കെ എന്താണ്? ആ സ്റ്റാറ്റ്യൂട്ടറി റിസർവുകളാണ്. സോ അവിടെ ഒരിക്കലും എന്ത് വരില്ല, ഇതൊന്നും വരും. സോ നൺ ഓഫ് ദിസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. പിന്നെ പറയാം സൊസൈറ്റി മേ പേ ഡിവിഡൻഡ്. അപ്പൊ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണ്. ഓക്കെ. അവിടെ ആദ്യം നമുക്ക് പറയാം ഡിവിഡൻഡിനെ കുറിച്ച് പറയാം, അല്ലെ? ഡിവിഡൻഡിനെ കുറിച്ച് പറയാം. പിന്നെ എന്ത് കൊടുക്കാന്നാ പറയുക? അംഗങ്ങൾക്ക് ബോണസ്, അത് എടുത്ത് പഠിക്കണം. ബോണസ് ടു ഇവർക്കാണ് മെമ്പേഴ്സ്, അംഗങ്ങൾക്കുള്ള ബോണസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പാക്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഫണ്ടാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഓക്കെ. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഡൊണേഷൻ കൊടുക്കാം. ഓക്കെ, ഡൊണേഷൻ കൊടുക്കാം. ഓക്കെ. പിന്നെ എന്താ പറയുക? പിന്നെ പറയുന്നുണ്ട് നമ്മുടെ ഇനി പൈസ ആടെ മിച്ചമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബൈലോ പ്രകാരമുള്ള മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു കാര്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താ ഒരു കാര്യം ഒഴികെ ബാക്കി എന്തിനും ഉപയോഗിക്കാം. ആ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ജീവനക്കാർക്ക്, എംപ്ലോയീസിന് ബോണസ് കൊടുക്കാൻ ഒരു കാരണവശാലും നെറ്റ് പ്രോഫിറ്റ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. എംപ്ലോയീസിന് ബോണസ് കൊടുക്കാൻ നെറ്റ് പ്രോഫിറ്റ് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിക്കണേ സൊസൈറ്റി മേ പേ ഡിവിഡൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഡാഷ് ഓൺ നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് അംഗങ്ങൾക്ക് നമ്മൾ ലാഭവിഹിതം, സംഘത്തിന് ലാഭം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു വിഹിതം അംഗങ്ങൾക്ക് കൊടുക്കും. എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ പറയുന്നു 20%, ഓപ്ഷൻ ബി പറയുന്നു 25%, ഓപ്ഷൻ സി പറയുന്നത് നോട്ട് ലെസ് ദാൻ 25%, ഓപ്ഷൻ ഡി പറഞ്ഞ് നോട്ട് എക്സീഡിങ് 25%. അപ്പൊ എത്രയാണ് ഡിവിഡൻഡ് കൊടുക്കുക എന്ന് ചോദിച്ചാൽ പറയുന്നുണ്ട് നോട്ട് എക്സീഡിങ് 25%. 25% അധികരിക്കാത്ത ഒരു തുക കേട്ടോ. പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ 25% അധികരിക്കാത്ത ഒരു തുക അംഗങ്ങൾക്ക് ലാഭവിഹിതമായിട്ട് പ്രൊവൈഡ് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ആയിരുന്നു, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോർ ഡിസൈഡിങ് മോണിറ്ററി ഡിസ്പ്യൂട്ട് ദ ഓഫീസർ അപ്പോയിന്റഡ് ബൈ റൈസർ. അതായത് ധനപരം, നമ്മൾ ഇനി നേരെ പോകുന്നത് ഏതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ ഡിസ്പ്യൂട്ടുകളെ കുറിച്ച് പരാമർശിക്കുന്ന കാര്യങ്ങൾ. ഡിസ്പ്യൂട്ടുകളോ എന്താണ്? ഡിസ്പ്യൂട്ട് ആണ്. ഡിസ്പ്യൂട്ട് എന്ന് പറയാം മലയാളത്തിൽ നമ്മൾ പറയും തർക്കങ്ങൾ എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ തർക്കങ്ങൾ എന്ന് പറയും. നമ്മൾ സഹകരണ നിയമപ്രകാരം നമ്മൾ പഠിക്കാം. സെക്ഷൻ 69 പ്രകാരമാണ് തർക്കങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അല്ല, ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ രജിസ്ട്രാർ ആൻഡ് ആർബിട്രേഷൻ കോടതി. അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക ഡിസ്പ്യൂട്ടിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, ഡിസ്പ്യൂട്ടിനെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെ രീതിയിലാണ്? ഒന്ന് മോണിറ്ററി ഡിസ്പ്യൂട്ടും മറ്റൊന്ന് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടും. ഓക്കെ, മോണിറ്ററി ഡിസ്പ്യൂട്ട് ധനപരമായ തർക്കമെന്നും ധനപരമല്ലാത്ത തർക്കങ്ങളെന്നും നമുക്ക് എന്ത് ചെയ്തിരിക്കാം? നമുക്ക് തരംതിരിക്കാം. മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ നമ്മൾ RCS രജിസ്ട്രാറിന്റെ മുൻപായിരിക്കും നമ്മൾ കേസ് ഫയൽ ചെയ്യുക. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ നമ്മൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപായിരിക്കും കേസ് ഫയൽ ചെയ്യുക. നമ്മൾ പറയാം തർക്കങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് മോണിറ്ററി എന്നും മറ്റൊന്ന് നോൺ മോണിറ്ററി എന്നും. മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാറിന്റെ മുൻപാകെ, നോൺ മോണിറ്ററി ആണെങ്കിൽ മോണിറ്ററി ആണെങ്കിൽ രജിസ്ട്രാറിന്റെ മുൻപാകെ, നോൺ മോണിറ്ററി ആണെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ നമുക്ക് എന്ത് ചെയ്യാം? കേസ് ഫയൽ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മൾ ധനപരമായ തർക്കങ്ങൾ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ രജിസ്ട്രാറിന്റെ മുൻപാകെ കേസ് കൊണ്ടുപോയി അല്ലേ? ഒരു മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്ന് വിചാരിക്കുക. ഒരു മോണിറ്ററി ഡിസ്പ്യൂട്ടിൽ നമ്മൾ രജിസ്ട്രാറിന്റെ മുൻപാകെ നമ്മൾ കേസുമായി പോയി. രജിസ്ട്രാറിന്റെ മുൻപാകെ നമ്മൾ കേസുമായിട്ട് പോയി. അപ്പൊ രജിസ്ട്രാറിന് ആക്ച്വലി അവിടെ ഒരു 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. രജിസ്ട്രാറിന് 3 ഓപ്ഷൻസുകൾ അവൈലബിൾ ആണ്. ഓപ്ഷൻ നമ്പർ 1, ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഹി ക്യാൻ ഹിംസെൽഫ്, സ്വന്തമായിട്ട് എന്ത് ചെയ്യാം? ഹി ക്യാൻ ഡിസൈഡ് ഹിംസെൽഫ് അല്ലെ? ഡിസൈഡ് ഹിംസെൽഫ്, അതായത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അതിന്മേൽ തീരുമാനമെടുക്കാം. രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള ഒരു അവസരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആർബിട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ആ കേസ് ആർബിട്രേറ്ററിലേക്ക് കൈമാറി കൊടുക്കാം.
മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഇതിലേക്ക് ആരെയെങ്കിലും അധികാരം നൽകി ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്കും കൈമാറി കൊടുക്കാം. ഇവിടെ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഡിസൈഡിങ് മോണിറ്ററി ഡിസ്പ്യൂട്ട്, ധനപരമായ തർക്കങ്ങളിൽ മേൽ തീരുമാനമെടുക്കാൻ എന്ത് ചെയ്യാം, ദ ഓഫീസർ അപ്പോയിന്റഡ് ബൈ ദ രജിസ്ട്രാർ, രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്ന ഓഫീസർ ആരാണ്. അവിടെ ആദ്യം പറയുന്ന ഓപ്ഷനിലെ വിജിലൻസ് ഓഫീസർ, അദ്ദേഹം ഈ കറപ്ഷൻസ് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, അന്വേഷിക്കാൻ വേണ്ടിയാണ് വിജിലൻസ് ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് സെക്ഷൻ 68A പ്രകാരം. പിന്നെ ഇൻക്വയറി ഓഫീസർ, ഇൻക്വയറി നടത്താൻ വേണ്ടി സെക്ഷൻ 65 പ്രകാരം. റിട്ടേണിംഗ് ഓഫീസർ, അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടത് ഇവരല്ല, അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അതിന്റെ ഓപ്ഷൻ ഡിയിൽ പറയുന്നു ആരാണ്, ആർബിട്രേറ്റർ എന്ന് ഓർത്ത് വെച്ച്. ആരാണ് മക്കളെ, ആർബിട്രേറ്റർ എന്ന് ഓർത്ത് വെച്ചു. ആർബിട്രേറ്റർ ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞ എന്തിനെ കുറിച്ചൊക്കെയാണ്, ഡിസ്പ്യൂട്ടിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഡിസ്പ്യൂട്ട്, മോണിറ്ററി, പിന്നെ നോൺ മോണിറ്ററി എന്നും ഓർത്ത് വെച്ചു. മോണിറ്ററി ഉണ്ട്, നോൺ മോണിറ്ററി എന്നും ഓർത്ത് വെച്ചേക്കുക. മോണിറ്ററി ആണെങ്കിൽ RCS, നോൺ മോണിറ്ററി ആണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി എന്നൊക്കെ ഓർത്ത് വെച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്പ്യൂട്ട് ഇൻ കണക്ഷൻ വിത്ത് ഇലക്ഷൻ ഓഫ് ബോർഡ് ഓഫ് മാനേജ്മെന്റ്, അതായത് ബോർഡ് ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇലക്ഷനോ അല്ലെങ്കിൽ ഓർ എനി ഓഫീസർ ഓഫ് എ സൊസൈറ്റി, ഓക്കെ, ബോർഡ് ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇലക്ഷനോ അല്ലെങ്കിൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, ഓക്കെ, ഇവിടെ പ്രോപ്പർ ആയിട്ട് നമ്മൾ മനസ്സിലാകുന്നത് എന്ത് ഓഫീസറാണ്. അന്ന് നമ്മൾ ആലോചിക്കുക, ഈ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഓഫീസ്, ഇവിടെ പറയുന്നത് ഓഫീസ് ബിയറേഴ്സിനെ കുറിച്ചാണ് കേട്ടോ. ഓക്കെ, ബോർഡ് ഓഫ് മാനേജ്മെന്റോ അല്ലെങ്കിൽ ഓഫീസ് ബിയറേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ട്രഷറർ തുടങ്ങിയ ആൾക്കാരെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ ഇലക്ഷനുമായി ഡിസ്പ്യൂട്ട് ഇൻ കണക്ഷൻ വിത്ത് ഇലക്ഷൻ ഓഫ് ബോർഡ് ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇലക്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് ബിയറേഴ്സുമായി ബന്ധപ്പെട്ട ഇലക്ഷനുമായി അല്ലെ, ബോർഡ് ഓഫ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഇലക്ഷനിലോ അല്ലെങ്കിൽ അല്ലാതെ ഓഫീസ് ബിയറേഴ്സിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട ഇലക്ഷനിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ, ഓക്കെ, അപ്പൊ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയും. നമ്മൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പൊ ആദ്യം മനസ്സിലാവണം എന്താണ് ഡിസ്പ്യൂട്ട് ഇൻ കണക്ഷൻ വിത്ത് ഇലക്ഷൻ, അതൊരു നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണല്ലോ അല്ലേ, അത് ഒരു നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെയാണ് ഫയൽ ചെയ്യുക അല്ലേ. കോപ്പറേറ്റീവ് ഓർത്ത് വെച്ചേക്കുക, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അല്ലേ, ആർബിട്രേഷൻ കോടതി സെക്ഷൻ 70A പ്രകാരം അപ്പോയിന്റ് ചെയ്ത കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെയാണ് നമ്മൾ എന്ത് ഫയൽ ചെയ്യുന്നത്, ആ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകൾ ഫയൽ ചെയ്തെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതിനൊരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട് അല്ലേ, അതിന് എന്താണ് ഒരു സമയപരിധി പറയുന്നുണ്ട്. അതായത് ഈ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് നമുക്ക് തോന്നുന്ന സമയത്ത് അതല്ല ഫയൽ ചെയ്യുക, അതിന് പ്രോപ്പറായിട്ടൊരു സമയമില്ല. അതായത് എത്ര നാളുകൾക്ക് മുൻപായിട്ട് അല്ലെ എത്ര നാളുകൾക്കകമായിട്ട് നമ്മൾ ഇലക്ഷൻ ഡിസ്പ്യൂട്ടുകൾ ഫയൽ ചെയ്യണം എന്ന് മുതൽ വിതിൻ വാട്ട് പീരീഡ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ. ഇപ്പൊ ഇലക്ഷന്റെ അന്ന് മുതൽ എന്നാണോ ഇലക്ഷൻ നടത്തുന്നത് അന്ന് മുതൽ എത്ര നാളുകൾക്കകമായിട്ട് വേണം നമ്മൾ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യാൻ. ഓപ്ഷൻ എയിൽ പറയുന്നു 15 ദിവസം, ഓപ്ഷൻ ബി പറയുന്നു 30 ദിവസം, ഓപ്ഷൻ സിയിൽ പറയുന്നു 1 മാസം, ഓപ്ഷൻ ഡിയിൽ പറയുന്നു 6 മാസം. അപ്പൊ ഇലക്ഷന്റെ ഡേറ്റിന്റെ അന്ന് മുതൽ എത്ര നാളുകൾക്കകമായിട്ട് ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യണം? 15 ദിവസമാണോ, 30 ദിവസമാണോ, 1 മാസമാണോ, 6 മാസമാണോ എന്ന് ആൻസർ വരിക. ഓർത്ത് നോക്കാം മക്കളെ, അത് 1 മാസമാണ് കേട്ടോ. അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള, ഒരുപാട് തവണ PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. മാറിപ്പോവരുത്. 1 മാസമോ 30 ദിവസമോ എന്നും പറഞ്ഞ് വരുന്നത് കൊണ്ട് അത് ഒരു കാരണവശാലും മാറിപ്പോവല്, അത് 1 മാസം തന്നെയാണെന്ന് ഓർത്ത് വെച്ച്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഡിസ്പ്യൂട്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് 69-ലാണ്. എന്നാൽ ഡിസ്പ്യൂട്ടിനെ നമ്മൾ വ്യാഖ്യാനിക്കുക അല്ല എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്, അത് എവിടെയാണെന്നാണ് ചോദ്യം. എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമുക്കറിയാം ഡെഫിനിഷൻസ് ഇപ്പം റൂൾ 2-ലും അതുപോലെ തന്നെ സെക്ഷൻ 2-ലും വേണം നമ്മൾ വ്യാഖ്യാനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ നിർവചനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഡെഫിനിഷൻസിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇപ്പൊ ഡിസ്പ്യൂട്ട് ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എയിൽ പറയുന്നത് സെക്ഷൻ 2I, ഓപ്ഷൻ ബിയിൽ പറയുന്നത് സെക്ഷൻ 2IA, ഓപ്ഷൻ സി പറയുന്നത് റൂൾ 2I, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദ എബവ്. അപ്പൊ എവിടെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ സെക്ഷൻ 2I-ലാണ് കേട്ടോ. എവിടെയാണ് മക്കളെ? ഡിസ്പ്യൂട്ടിനെ കുറിച്ച് ഓർത്ത് വെക്കുക. ഡിസ്പ്യൂട്ടിനെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2I-ലാണെന്ന് ഓർത്ത് വെച്ച്. സെക്ഷൻ 2I കേട്ടോ, സെക്ഷൻ 2I എന്ന് ഓർത്ത് വെച്ചേക്കും. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പോൾ 16-ാമത്തെ ചോദ്യം പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ ഇതാണ്: കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി അല്ലെ, ഞാൻ പറയുമ്പോൾ കോടതി എന്ന് പറയും അല്ലേ, എന്താണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അല്ലെ, കോടതി. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് shall pass an award within dash from the receipt of reference of dispute under section 70. എന്താണ്
അതായത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി എന്ത് പാസ്സാക്കിയിരിക്കണം? ഒരു വിധി പാസ്സാക്കിയിരിക്കണം അല്ലെ. നമ്മള് സെക്ഷൻ 69 പ്രകാരം തർക്കങ്ങൾ ഫയൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ അതിൽ ഇപ്പോൾ നോൺ മോണിറ്ററി ധനപരമല്ലാത്ത തർക്കം നമ്മൾ ആരുടെ മുൻപാകെയാണ് മക്കളെ ഫയൽ ചെയ്യുക? അത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ മുൻപാകെ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ മുൻപാകെയാണ് ഈ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി അങ്ങനെ ഒരു കേസ് ഒരു കേസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ കേസ് സ്വീകരിച്ച് എത്ര നാളുകൾക്കകമായിട്ട് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി അവിടെ വിധി പ്രഖ്യാപിക്കണം. പാസ് ആൻഡ് അവാർഡ് എന്ന് പറഞ്ഞാൽ വിധി പ്രഖ്യാപിക്കണം എന്നാണ് ഒന്നാമത്തെ ഫസ്റ്റ് പാർട്ട് വരിക. ഫ്രം ദ റെസിപ്റ്റ് ഓഫ് റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് അണ്ടർ സെക്ഷൻ. അപ്പം ഏത് സെക്ഷൻ പ്രകാരമാണ് അവിടെ വിധി പ്രഖ്യാപിക്കേണ്ടതും പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം 69 പ്രകാരമാണ് കേസ് ഫയൽ ചെയ്യുക, അല്ലെ ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി ആൻഡ് RCS. വിധി അവാർഡ്, അതായത് അവാർഡ് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ട അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് അല്ലെ, അവാർഡിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 70 ആണ്, സെക്ഷൻ 70 ഓർത്ത് വെച്ചേക്ക് കേട്ടോ. സെക്ഷൻ 70. അപ്പൊ നമ്മൾ നോക്കിയ രണ്ടെണ്ണം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സെക്ഷൻ 70 വന്നു. ഇപ്പൊ എത്ര നാളുകൾക്കാമായിട്ടാണ് കേസ് സ്വീകരിച്ച് എത്ര നാളുകൾക്കാമായിട്ട് വിധി പ്രഖ്യാപിക്കണമെന്ന് ചോദിച്ചാൽ 1 year ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 1 year ഫ്രം ദ റെസിപ്റ്റ് ഓഫ് റെഫറൻസ് ഓഫ് ഡിസ്പ്യൂട്ട് അണ്ടർ സെക്ഷൻ 70. സെക്ഷൻ 70 പ്രകാരം ഓർത്ത് വെച്ചേക്കുക, കേസ് സ്വീകരിച്ച് 1 വർഷത്തിനാമായിട്ട് വിധി പ്രഖ്യാപിക്കണം. സെയിം തന്നെയാണ് ഇനിയിപ്പോ നമ്മള് മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ അല്ലെ, ആ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിലും ആ സെയിം സംഭവം തന്നെയാണ് കേട്ടോ. അവിടെ തന്നെ രജിസ്ട്രാർ 1 yearനാകട്ടെ 1 വർഷത്തിനാകട്ടെ എന്ത് ചെയ്തിരിക്കണം, അവിടെ വിധി പ്രഖ്യാപിക്കണമെന്ന് ഓർത്ത് വെച്ചേക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൾ ഹാവ് ദ സെയിം പവേഴ്സ് ഓഫ് ഡാഷ്. ഇപ്പൊ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിക്ക് ആരുടെ സെയിം പവർ ആണ്? ഓപ്ഷൻ എയിൽ പറയുന്നു മജിസ്ട്രേറ്റ് കോർട്ട്, ഓപ്ഷൻ ബിയിൽ പറയുന്നു മുൻസിഫ് കോർട്ട്, ഓപ്ഷൻ സിയിൽ പറയുന്നു ഹൈക്കോടതി, ഓപ്ഷൻ ഡിയിൽ പറയുന്നു സിവിൽ കോർട്ട്. അപ്പം ഏത് കോടതിയുടെ അതേ അധികാരങ്ങളാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിക്കുള്ളതെന്നൊരു ചോദ്യമുണ്ട്. അവിടെ ഏത് കോടതിയുടെയാണ്? സിവിൽ കോടതിയുടെ സെയിം അധികാരങ്ങളാണ് കേട്ടോ. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിക്ക് ഒരു സിവിൽ കോടതിയുടെ, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെച്ചേക്കുക, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിക്ക് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങൾ അവിടെ അവർ പറയുന്നുണ്ട്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടാണ്, നമ്മളത് പഠിച്ചോണം കേട്ടോ. നമ്മൾ അത് പ്രോപ്പറായിട്ട് പഠിച്ചോളണം എന്ന് ഓർത്ത് വെച്ച്. ഇപ്പൊ അവാർഡ് ഓൺ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അവിടെ സെക്ഷൻ 70 സബ്സെക്ഷൻ 3 പറയുക. ഓക്കെ, സെക്ഷൻ 70 സബ്സെക്ഷൻ 3 പറയുന്നത് ഇങ്ങനെയാണ്: ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൾ ഹാവ് ദ സെയിം പവേഴ്സ് ആസ് ആർ വെസ്റ്റഡ് ഇൻ എ സിവിൽ കോർട്ട് അണ്ടർ ദി കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908. ഓക്കെ, ഏതൊക്കെ സാഹചര്യത്തിലാണ്? വൈൽ ട്രൈങ് എ സ്യൂട്ട് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഫോളോയിങ് മാറ്റേഴ്സ്. അതായത് നമ്മൾ ആൾക്കാരെ, ഓക്കെ, അതായത് ദ സമ്മണിങ് ആൻഡ് എൻഫോഴ്സിങ് ദ അറ്റൻഡൻസ് ഓഫ് എനി ഡിഫൻഡന്റ് ഓർ വിറ്റ്നസ്. അവിടെ നമ്മൾ സാക്ഷിയെയും പ്രതിയെയും വാദിയെയും എല്ലാവരെയും വിളിച്ച് എന്ത് ചെയ്യാറുണ്ട്? അവിടെ അവരെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയാറുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സമൻസ് അയച്ച് വിളിച്ചു വരുത്തുമ്പോൾ അവിടെ സിവിൽ കോടതിയുടെ ഒരു അധികാരമായിട്ടാണ് കണക്കാക്കുക. പിന്നെ ഡിസ്കവറി ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് എനി ഡോക്യുമെന്റ് ഓർ അതർ മാറ്റേഴ്സ് ഒബ്ജക്ട് പ്രൊഡ്യൂസബിൾ. ഓക്കെ, കുറെ കാര്യം. പിന്നെ റിസപ്ഷൻ ഓഫ് എവിഡൻസ് ഓഫ് അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് പറയുക, എവിഡൻസുകൾ സ്വീകരിക്കുക, റെസിപ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും അത്ര വിശദമായിട്ട് ഇപ്പൊ പോകണ്ട. നമ്മൾ ഓൾറെഡി എൻ്റെ ഒക്കെ ഡീറ്റെയിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, സിവിൽ കോടതിയുടെ അധികാരങ്ങൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിക്കും ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അടുത്താണ് പ്രിസൈഡിങ് ഓഫീസ്. നമ്മൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ സെക്ഷൻ 70A ആണ്. ഏതാണ്? സെക്ഷൻ 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയെ കുറിച്ച് പരാമർശിക്കുന്നത്. ആരാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലെ? ആരാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇങ്ങനെ അവിടെ ആവശ്യമുള്ളിടത്തോളം ആർബിട്രേഷൻ കോടതികളെ ഗവൺമെന്റിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. The government shall constitute such number of cooperative arbitration courts as are necessary to exercise the powers and discharge the functions conferred on it under this act. ഈ ആക്ട് പ്രകാരമുള്ള കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ അധികാരങ്ങൾ ചെയ്യാൻ വേണ്ടി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ആവശ്യമുള്ളിടത്തോളം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതികളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇപ്പൊ നമുക്ക് നിലവിൽ 2 കോടതികളാണുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഇരിക്കുന്ന ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? പ്രിസൈഡിങ് ഓഫീസറാണ്. പുറത്ത് ചെയ്യുക.
കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയിലെ ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് ഓർത്തു വെച്ച്. മക്കൾ എന്താണ് ആ പ്രിസൈഡിംഗ് ഓഫീസർ? അപ്പൊ ഇവിടെ പ്രിസൈഡിംഗ് ഓഫീസറിന്റെ യോഗ്യതയാണ് ചോദ്യം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആ പ്രിസൈഡിംഗ് ഓഫീസറുടെ യോഗ്യത ഓപ്ഷൻ എയിൽ പറയുന്നു an officer of and below the rank of municipal magistrate of the judicial service. ഓപ്ഷൻ ബിയിൽ പറയുന്നു an officer of the rank of municipal magistrate of the judicial service. Okay, an officer of the rank. ഓപ്ഷൻ സിയിൽ പറയുന്നു an officer of and above the rank of municipal magistrate of the non-judicial service. ഓപ്ഷൻ ഡിയിൽ പറയുന്നു an officer of and above the rank of municipal magistrate of the judicial service. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ് മക്കളെ? അതായത് അമെന്റ്മെന്റിൽ കൂടെയാണ് വന്നത് അല്ലെ. an officer of and above the rank of, ഓപ്ഷൻ ഡിയിലാണ് പറയുക an officer of and above the rank of municipal magistrate of the judicial service. സെക്ഷൻ 70A പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 70A അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, സെക്ഷൻ 70A ഏതിലാണ് പറയുന്നത്? സബ് സെക്ഷൻ 2 കേട്ടോ. സെക്ഷൻ 70A സബ് സെക്ഷൻ 2 ആ ഓഫീസറിന്റെ പ്രിസൈഡിംഗ് ഓഫീസറിന്റെ യോഗ്യതയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ അതിൽ തന്നെ പറയുന്നുണ്ട് ഇൻ ഓർഡർ ടു അസിസ്റ്റ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. അപ്പൊ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതി അസിസ്റ്റ് ചെയ്യാനായിട്ട് ഡാഷ് ആൾ അപ്പോയിന്റ് ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ്. അപ്പൊ ആരാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയെ സഹായിക്കാനായിട്ട് അവർക്ക് ഓഫീസേഴ്സിനെയും അതുപോലെ എംപ്ലോയീസിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നു. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയിലെ കാര്യങ്ങൾ നടത്താനായിട്ട് അവിടെ ആരാണ് ഓഫീസേഴ്സിനെയും എംപ്ലോയീസിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ പറയുന്നു RCS, ഓപ്ഷൻ ബി പറയുന്നു ഗവൺമെന്റ്, ഓപ്ഷൻ സി പറയുന്നു ബോത്ത് A and B, ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു A or B. ഏത് ആൻസർ വരിക? അപ്പൊ പറയുന്നുണ്ട് അവിടെ സെക്ഷൻ 70A എവിടെയാണ് സബ്സെക്ഷൻ 4 പറയുന്നുണ്ട് എന്താണ് ദ ഗവൺമെന്റ് ഓർ RCS. ഇപ്പൊ ഗവൺമെന്റിനോ അല്ലെങ്കിൽ RCSനോ എന്ത് ചെയ്യുക? ഷാൾ അപ്പോയിന്റ് ആസ് മെനി ഓഫീസേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആസ് മേ ബി നെസസറി. ആവശ്യമുള്ളിടത്തോളം അല്ലെ. എന്തിനാണ് ടു അസിസ്റ്റ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സെക്രട്ടറി ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. ഇപ്പൊ സെക്രട്ടറി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ പ്രിസൈഡിംഗ് ഓഫീസർ, പിന്നെ എന്താണ് ഒരു സെക്രട്ടറി ഉണ്ടല്ലേ, സെക്രട്ടറി. അപ്പൊ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ സെക്രട്ടറിയുടെ റാങ്ക് ആണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നു നോട്ട് അബോവ് ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിനേക്കാൾ ഉയർന്ന ആളാവണം അല്ലെ, നോട്ട് അബോവ് ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. ഓപ്ഷൻ ബി പറയുന്നു നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ. അസിസ്റ്റന്റ് രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ഒരാൾ അല്ലെ, ആ റാങ്കിൽ കുറയാത്ത ഒരാൾ. ഓപ്ഷൻ സി പറയും നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ഒരാളെന്ന് ഇവിടെ പറയുന്നു. ഓപ്ഷൻ സിയിൽ പറയുന്നു. ഓപ്ഷൻ ഡിയിൽ പറയുന്നു നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിന്റ് രജിസ്ട്രാർ. അപ്പൊ എന്താണ് ജോയിന്റ് രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ഒരാൾ. അപ്പം എന്താണ് യോഗ്യത? എന്തായിരിക്കും അവിടെ യോഗ്യത? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയിലെ സെക്രട്ടറി ഉണ്ടെന്ന് അറിയാം. അപ്പൊ ആ സെക്രട്ടറിയുടെ യോഗ്യത എന്താണെന്നും കൂടെ നമുക്ക് എന്ത് വേണം മക്കളെ? അത് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ പ്രിസൈഡിംഗ് ഓഫീസറിനെ സഹായിക്കാനായിട്ട് ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. സെക്രട്ടറിയുടെ റാങ്ക് എന്താണ്? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് രജിസ്ട്രാർ. പറയുന്നത് എവിടെയാണ്? റൂള് 67 സബ് റൂള് 4 പറയുക. റൂള് 67 സബ് റൂള് 4 പറയുക. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയിലെ പ്രിസൈഡിംഗ് ഓഫീസറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. സെക്രട്ടറിയുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് A ആണ് കേട്ടോ. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് AR റാങ്കിൽ കുറയാത്ത ഒരു വ്യക്തി എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The dispute arising at any stage of election commencing from dash for the election shall be deemed to be a dispute arising in. Okay, ഇപ്പൊ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറയുക എന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പൊ ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കം. അപ്പം ഏത് സ്റ്റേജ് മുതലുള്ള തർക്കത്തിനെയാണ് ദ ഡിസ്പ്യൂട്ട് അറൈസിംഗ് അറ്റ് എനി സ്റ്റേജ് ഓഫ് ഇലക്ഷൻ കമൻസിംഗ് ഫ്രം ഡാഷ് ഫോർ ദ ഇലക്ഷൻ ഷാൾ ബി ഡീംഡ് ടു ബി ഡിസ്പ്യൂട്ട് അറൈസിംഗ് ഇൻ കണക്ഷൻ വിത്ത് ഇലക്ഷൻ. അപ്പൊ എന്താണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇലക്ഷൻ ഡേറ്റിന് അന്ന് മുതൽ 1 മാസം ആകുമ്പോൾ അത് കേസ് ഫയൽ ചെയ്തിരിക്കണം അല്ലെ, ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തിരിക്കണം. അപ്പൊ എന്ന് മുതലുള്ള തർക്കത്തെ നമുക്ക് ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണ് കണക്കാക്കാം. ഓപ്ഷൻ എ പറയുന്നു ആഫ്റ്റർ പബ്ലിക്കേഷൻ ഓഫ് ഇലക്ഷൻ. ഓക്കെ, ഇലക്ഷൻ പബ്ലിഷ് ചെയ്തതിനു ശേഷം നമുക്ക് ഓർത്ത് വെച്ചേക്കുക ആഫ്റ്റർ പബ്ലിക്കേഷൻ ഓഫ് ഇലക്ഷൻ റിസൾട്ട് എന്ന് ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത പറയാണ് ആഫ്റ്റർ പബ്ലിഷിംഗ് വാലിഡ് നോമിനേഷൻ. വാലിഡ് നോമിനേഷൻ പബ്ലിഷ് ചെയ്തതിനു ശേഷമുള്ള തർക്കത്തെ
ഓപ്ഷൻ സി ആഫ്റ്റർ കൗണ്ടിങ് വോട്ട് കൗണ്ട് ചെയ്തതിനു ശേഷമുള്ള തർക്കത്തെ. ഓപ്ഷൻ ഡി കൺവീനിങ് ഓഫ് ജനറൽ ബോഡി മീറ്റിംഗ് ഫോർ ഇലക്ഷൻ. ഇപ്പൊ ഏതാണ് അർത്ഥമാക്കുക? അതായത് നമ്മൾ ഈ ജനറൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിളിച്ച് ചേർക്കുന്ന ജനറൽ ബോഡി അന്ന് മുതലുള്ള ഏത് തർക്കത്തെയും അന്ന് മുതൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഏത് തർക്കത്തെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആയിട്ട് കണക്കാക്കാമെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഫീ ഫോർ ഡിസൈഡിങ് ഡിസ്പ്യൂട്ട്. അപ്പൊ ഫീ ഇലക്ഷൻ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ഫീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഫീ ഫോർ ഡിസൈഡിങ് ഡിസ്പ്യൂട്ട്, നമുക്ക് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തടയ്ക്കണം? നമ്മൾ ഫീസ് അടയ്ക്കണം. ഓക്കെ, ആ ഫീസ് അടയ്ക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നു 67(9), ഓപ്ഷൻ ബിയിൽ പറയുന്നു 67(10) അല്ലെ. റൂള് ആദ്യം പറഞ്ഞ സെക്ഷൻ 67 സബ്സെക്ഷൻ 9, ഓപ്ഷൻ ബി പറഞ്ഞു സെക്ഷൻ 67 സബ്സെക്ഷൻ 10, ഓപ്ഷൻ സി പറയുന്ന റൂൾ 67 സബ് റൂൾ 9 ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറയുന്നു റൂൾ 67 സബ് റൂൾ 10. അപ്പൊ എവിടെയാണ് പറയുന്നത്? റൂള് 67 സബ് റൂള് 10 എന്തിനെ കുറിച്ച് പറയുന്നത്? ഈ ഫീസ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ഫീസുകളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടെ ഒരു കണക്ക് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല അല്ലെ, അവിടെ ഒരു കണക്ക് പറയുന്നുണ്ട്. അപ്പൊ ആ കണക്ക് എന്താണെന്ന് കൂടെ നമുക്ക് പരിശോധിക്കാം. നമുക്ക് ആദ്യം ഈ മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ഫീസിനെ കുറിച്ച് പഠിക്കാം അല്ലെ. നമുക്ക് ആദ്യം മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ഫീസുകളെ കുറിച്ച് പഠിക്കാം. ഇവിടെ പറയുന്നുണ്ട് മോണിറ്ററി ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ഫീസ് ഇങ്ങനെയാണ്. 50 പൈസ, നിങ്ങൾ മനസ്സിലാക്കുക, 50 പൈസ ഫോർ എവറി ക്ലെയിം ഓഫ് റുപ്പീസ് 10 ഓർ പാർട്ട് thereof. 10 ഓർ പാർട്ട് thereof. അതായത് ഞാൻ മലയാളം പറയാം, ഓരോ 10 രൂപയ്ക്കും 50 പൈസ എന്ന നിരക്കിൽ. മോണിറ്ററി ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ സബ്ജക്ട് മാറ്റർ ആയിട്ട് ഒരു എമൗണ്ട് ഉണ്ടാവും അല്ലെ. അപ്പം ഓരോ 10 രൂപയ്ക്കും 50 പൈസ നിരക്കില് അവിടെ പറയുന്നുണ്ട് സബ്ജക്ട് ടു എ മിനിമം ഓഫ് 500. മിനിമം എന്ന് പറഞ്ഞാൽ 500 ആണെന്ന് ഓർത്ത് വെച്ചേക്കും. നമുക്ക് ക്രമോട്ട് പഠിക്കാം. ഓരോ 10 രൂപയ്ക്കും 50 പൈസ എന്ന നിരക്കില് മിനിമം 500 രൂപ, പിന്നെ മാക്സിമം എത്രയാണ്? 5000 രൂപ. ഏത് വരെയുള്ള കേസിനാണെങ്കിൽ പറയുന്നുണ്ട് 2 ലക്ഷം അപ് ടു 2 ലാക്ക് എന്ന് പറയാം. 2 ലക്ഷം വരെയുള്ള കേസുകൾ. അതാണ് നമ്മൾ സബ്ജക്ട് മാറ്റർ. ഇപ്പോൾ ഒരാൾ ലോൺ എടുത്തു, 1 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അവൻ പലിശ അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ പോട്ടെ അതിന് മുതൽ അടയ്ക്കുന്നില്ല, കാലാവധി കഴിഞ്ഞു, നമ്മൾ കേസ് ഫയൽ ചെയ്യും അല്ലേ. കാലാവധി കഴിഞ്ഞാൽ നമ്മൾ ആർബിട്രേഷൻ ഫയൽ ചെയ്തിട്ട് സംശയം വേണ്ട. അപ്പോൾ നമ്മൾ ഈ ഫീസ് അടയ്ക്കണം. അപ്പോൾ അവിടെ സബ്ജക്ട് മാറ്റർ ഒരു എമൗണ്ട് ലോൺ തുകയുണ്ടല്ലോ, അതാ പറയുക. ഒരു സബ്ജക്ട് മാറ്റർ തുകയുണ്ട്. അതിലെ ഓരോ 10 രൂപയ്ക്കും 50 പൈസ എന്ന നിരക്കിൽ മിനിമം 500, മാക്സിമം 5000, എവിടം വരെ 2 ലക്ഷം വരെ ആണ് ഈ കണക്ക് പറയുക. ഈ മാക്സിമം 5000. ഇനിയും അവിടെ പറയുന്നുണ്ട് 7500 വരെ വരും. ഏത് വരെയുള്ള കേസിന്? അപ് ടു ₹10 lakh. 10 ലക്ഷം രൂപ വരെയുള്ള കേസുകൾക്ക് ലോൺ കൊടുക്കുന്നു. അത് 10 ലക്ഷം രൂപ വരെയുള്ള സബ്ജക്ട് മാറ്ററായിട്ട് വരുന്ന കേസുകൾക്ക് എത്രയാണ് വരിക? മാക്സിമം 7500 രൂപയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ സെയിം സംഭവം തന്നെ. ഓരോ 10 രൂപയ്ക്കും 50 പൈസ നിരക്കില് 2 ലക്ഷം രൂപ വരെയാണെങ്കിൽ മാക്സിമം 5000. ഇനി 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ മാക്സിമം 7500. ഇനി എബൌട്ട് 10 lakh, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ എത്രയായിരിക്കും അവിടെ ഫീസ്? ആ ഫിക്സഡ് ആണ് 10,000 എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓരോ 10 രൂപയ്ക്കും 50 പൈസ എന്ന നിരക്കില് പറയുന്ന മിനിമം 500, മാക്സിമം പിന്നെ പറയുന്നത് 2 ലക്ഷം രൂപ വരെ കേസാണെങ്കിൽ മാക്സിമം 5000. 10 ലക്ഷം രൂപ വരെയുള്ള കേസാണെങ്കിൽ മാക്സിമം 7500. ഇനി 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അവിടെ ഫിക്സഡ് ആണ് 10000 രൂപയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അവിടെ പറയുന്നുണ്ട് ഇനി നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടുകളാണെങ്കിൽ, ധനപരമല്ലാത്ത തർക്കത്തെയാണ് നോൺ മോണിറ്ററി എന്ന് പറയുക. ഇപ്പൊ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ പറയുന്നുണ്ട് എംപ്ലോയീസ് ഫയൽ ചെയ്യുന്ന കേസുകളുണ്ടല്ലോ, അതിന് 1500 മതി കേട്ടോ. എംപ്ലോയീസ് ഫയൽ ചെയ്യുന്ന കേസുകൾക്ക് 1500. ഇനി എലക്ഷൻ പെറ്റീഷൻ ആണെങ്കിൽ അല്ലെ, നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പെറ്റീഷന്റെ റേറ്റ് കൂടുതലാണ്, 7500. ഇതൊക്കെ നോൺ മോണിറ്ററി ആണ്. പിന്നെ ഇത് രണ്ടും അല്ലാത്ത മറ്റു പെറ്റീഷൻസിന് എത്രയാണ്? 3000 രൂപ. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചാൽ എംപ്ലോയീസ് ഫയൽ ചെയ്യുന്നതിന് 1500, ഇലക്ഷനുമായി ബന്ധപ്പെട്ട പെറ്റീഷൻ ആണെങ്കിൽ 7500. ഇനി ഇതിൽ രണ്ടും ഉൾപ്പെടാത്ത മറ്റ് നോൺ മോണിറ്ററി കേസുകൾക്ക് 3000 എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇവിടെ ഓർത്ത് വെച്ചേക്കുക, ഇവിടെ എന്തുണ്ട്? ഇളവ് ലഭിക്കുന്നുണ്ട് കേട്ടോ, എക്സംഷൻ. ചില സൊസൈറ്റീസിന് ഇവിടെ എന്തുണ്ട്? എക്സംഷൻ ലഭിക്കുന്നുണ്ട്. ഏതൊക്കെ സൊസൈറ്റി ഒക്കെയാണ് എക്സംഷൻ അല്ലെങ്കിൽ ഇളവ് ലഭിക്കുക എന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമുക്കറിയാം എല്ലായിടത്തും ഉള്ള SC/ST സംഘം, സ്കൂൾ സൊസൈറ്റി. ഓക്കെ, അപ്പൊ SC/ST സൊസൈറ്റിക്കും സ്കൂൾ സൊസൈറ്റിക്കും എന്നുണ്ട് ഇവിടെ ഇളവുണ്ടെന്ന് ഓർത്ത് വെച്ച്, ഇവിടെ എക്സംഷൻ ഉണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ആർക്കൊക്കെ? SC/STക്കും സ്കൂൾ സൊസൈറ്റീസിനും കേട്ടോ. പിന്നെ ഗവൺമെന്റ് ട്രഷറിലാണ് ഈ ഫീസ് അഡ്വാൻസ് ആയിട്ട് അടയ്ക്കണമെന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ,
അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ഇതിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും. നിങ്ങളപ്പം നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ. കാരണം ഉറപ്പാണ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇല്ലാതെ ഇപ്പോൾ എല്ലാ പരീക്ഷയിലും നമ്മൾ JCI കേസ് കാർഡ് ആണെങ്കിൽ പോലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കേസ് കാർഡുകാർക്കും JCIക്ക് എഴുതാൻ പോകുമ്പോൾ നിങ്ങൾക്ക് സിലബസ് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുകളൊക്കെ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.